ന്യൂസ് 16 കേരള. നോർക്ക കെയർ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുമ്പോൾ പ്രവാസ ലോകത്ത് ബാബു ഫ്രാൻസിസിന് അഭിനന്ദനം. രാജ്യത്തെ ആദ്യത്തെ പ്രവാസികൾക്കായുള്ള നോർക്ക കെയർ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുമ്പോൾ പ്രവാസ ലോകത്ത് ബാബു ഫ്രാൻസിസിന് അഭിനന്ദനങ്ങൾ തുടരുന്നു. പ്രവാസ ലോകത്ത് ഏറ്റവും സുപരിചിതനായ വ്യക്തിയാണ് കുവൈത്ത് പ്രവാസി മലയാളിയായ ബാബു ഫ്രാൻസിസ്. 2018 ലോക കേരള സഭ രൂപീകരിച്ച സമയം മുതൽ ലോക കേരള സഭയിൽ അംഗമായ അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ച് തുടർച്ചയായി നിവേദനം നൽകുകയും ലോക കേരള സമ്മേളന ചർച്ചകളിലും പ്രവാസി പരിപാടികളിലും തുടർച്ചയായി ഈ ആവശ്യം ഉയർത്തി പ്രവർത്തിച്ച ഏക പ്രവാസി പൊതുപ്രവർത്തകനാണ് ബാബു ഫ്രാൻസിസ്. ലോക കേരള സഭ സമ്മേളനത്തിന് മുന്നോടിയായി എല്ലാ പ്രാവശ്യവും പ്രവാസി സംഘടനകളുടെ യോഗം വിളിച്ചു ചേർക്കുകയും പൊതു ആവശ്യങ്ങൾ സർക്കാരിൽ സമർപ്പിക്കുകയും ചെയ്ത് മാതൃകാ പ്രവർത്തനം നടത്തിയ ലോക കേരള സഭാംഗമാണ് ബാബു ഫ്രാൻസിസ്. അവസാനമായി 2024 ജൂണിൽ നടന്ന 4ാം ലോക കേരള സഭയിലും ഈ വിഷയം മുഖ്യമന്ത്രിയോടും സ്പീക്കറോടും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മടങ്ങി വരുന്ന പ്രവാസികളെയും ഉൾപ്പെടുത്തി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടതും ബാബു ഫ്രാൻസിസ് ആണ്. പ്രവാസികൾക്ക് അനുകൂലമായ നിരവധി സുപ്രീം കോടതി, ഹൈക്കോടതി വിധികൾ നേടുന്നതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ്. പ്രവാസി ലീഗൽ സെൽ കുവൈത്ത് കൺട്രി ഹെഡ് ഗ്ലോബൽ വക്താവായിരുന്ന ബാബു ഫ്രാൻസിസ്. നിലവിൽ ONCP ഗ്ലോബൽ പ്രവാസി സംഘടനകളുടെ അധ്യക്ഷനും കുവൈത്തിലെ പ്രവാസി സംഘടനകളുടെ പൊതുവേദിയായ ഫിറയുടെ കൺവീനറുമാണ്. ദുരിതമനുഭവിക്കുന്ന പ്രവാസി ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കണമെന്ന ആവശ്യമുന്നയിച്ച് ലോക്ക്ഡൌണിനെ തുടർന്ന് റദ്ദാക്കിയ എല്ലാ ടിക്കറ്റുകളുടെ മുഴുവൻ തുകയും വിമാന കമ്പനികൾ തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് പ്രവാസി ഇന്ത്യക്കാരുടെ ക്ഷേമത്തിനായി സമാഹരിച്ച ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് ഉപയോഗപ്പെടുത്തി നിർധരരായ ഇന്ത്യൻ പ്രവാസികളെ നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് കുവൈത്ത് പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനായി COVID-19 രോഗമല്ലാത്ത കാരണത്താൽ ഗൾഫ് രാജ്യങ്ങളിൽ മരണപ്പെട്ട പ്രവാസി ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കണമെന്ന ആവശ്യവുമായി, പ്രവാസി ഗർഭിണികളെ നാട്ടിലെത്തിക്കണമെന്ന ആവശ്യവുമായി തുടങ്ങിയ വിവിധ കേസുകൾ സുപ്രീം കോടതിയിലും കേരളത്തിലേക്ക് മടങ്ങുന്നവർക്ക് കോവിഡ് മുക്ത സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടിക്കെതിരെയും പ്രവാസികൾക്ക് സൗജന്യ നിയമസഹായം ലഭിക്കണമെന്നാവശ്യപ്പെട്ടും കേരള പ്രവാസി ക്ഷേമനിധിയുടെ പ്രായപരിധി ഉയർത്തണമെന്നാവശ്യപ്പെട്ടും കേരള ഹൈക്കോടതിയിലും ഹർജികൾ സമർപ്പിച്ച് കേസുകൾ നടത്തി പ്രവാസികൾക്ക് അനുകൂല വിധികൾ പ്രവാസി ലീഗൽ സെല്ലിന്റെ പ്രവർത്തനം വഴി ലഭിച്ചത് പ്രവാസ ലോകത്തിന്റെ വലിയ അംഗീകാരത്തിന് കാരണമായിട്ടുണ്ട്. ന്യൂസ് 16 കുവൈത്ത്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.